കഴിഞ്ഞ ദിവസം നമ്മുടെ PC ജോർജ് ഈ മഹാത്മാഗാന്ധിക്കെതിരെ വർത്തമാനം പറഞ്ഞില്ലേ? നമ്മളത് വിചാരിക്കുക അതൊരു ഒറ്റപ്പെട്ട ഒരു വിടുവായൻ്റെ ഒരു വംശവെറിയൻ്റെ വീൺവാക്കാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ നമുക്ക് തെറ്റും. കാരണം അവർ വിചാരിക്കുന്ന ഒരു സമ്പൂർണ്ണ ഈ വംശവിരുദ്ധ രാജ്യം കെട്ടിപ്പടുക്കുന്നതിലുള്ള തടസ്സങ്ങളിലൊന്ന് ഗാന്ധിജി എന്ന് പറയുന്നൊരു പേരാണ്. ഗാന്ധിജിയെക്കുറിച്ച് പല ആംഗിളിൽ നിന്നും പലരും വായിച്ച് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നെങ്കിലും എല്ലാ കുറവുകളും ന്യൂനതകളും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ സമീപിക്കുമ്പോഴും ഗാന്ധിജി എന്ന് പറയുന്ന ആ ജീവിതം, ആ മനുഷ്യൻ ഒരു രാജ്യത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുടെ പരിഹാരമായ ഒരു ഒറ്റമൂലിയായിരുന്നു. അതുകൊണ്ട് ഈ ഗാന്ധിജിയെക്കുറിച്ചും ആ ഗാന്ധിയൻ സംഭാവനകളെക്കുറിച്ചും വളരെ ഗൗരവമായി എല്ലായിടങ്ങളിലും പഠിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഈവൻ മതപാഠശാലകളിൽ പോലും ഗാന്ധിജി, നെഹ്റു തുടങ്ങിയ ചില മനുഷ്യരുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി അത് ഇന്നത്തെ കാലത്ത് ഈ പള്ളി ദറസുകളിലും അത്തരം കാര്യങ്ങളിലുമൊക്കെ ബാക്കിയൊന്നും ആശ്രയിക്കാതെ പഠിക്കുന്ന മനുഷ്യർക്ക് വളരെ അത്യാവശ്യമായ ഒരു ബോധ്യമുണ്ടാവേണ്ടത് വളരെ കാര്യമുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് ഞാൻ ഈ വഫിയ പോലെയുള്ള കോഴ്സുകൾക്ക് പലപ്പോഴും പിന്തുണ നൽകുന്നതും. അത്തരമൊരു കാഴ്ചപ്പാടിൻ്റെ ആവശ്യം വളരെ കൂടുതലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധേയമായ ചില ക്ലിപ്പുകൾ കണ്ടു. പ്രത്യേകിച്ച് ഈ പറയുന്ന നമ്മുടെ PC ജോർജ് എന്ന് പറയുന്ന ആ ജന്മത്തിൻ്റെ സംഗതികളൊക്കെ കൂടുതൽ കേട്ടതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വന്നത്. അതിൽ ഗോപികൃഷ്ണനും അതുപോലെ സുനിൽ P ഇളയിടവുമൊക്കെ സംസാരിക്കുന്ന ചില സംഗതികൾ ഓൺ റെക്കോർഡായി ഇവിടെ കിടക്കേണ്ടതാണ് എന്ന് മാത്രമല്ല ജനങ്ങൾ അറിയേണ്ടതുമാണ് എന്നതുകൊണ്ടാണ് അത് പറയാമെന്ന് വിചാരിച്ചത്. ഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഇല്ലായിരുന്നു എങ്കിൽ സ്വതന്ത്ര ഇന്ത്യ എത്ര കാലം തുടരുമായിരുന്നു എന്നത് വളരെ വളരെ സംശയകരമാണ്. കാരണം പോലീസും പട്ടാളവും അടക്കം നെഹ്റുവിനോട് ഗാന്ധി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പട്ടാളത്തെ ഇറക്കണം, കലാപത്തെ അടിച്ചമർത്തണം എന്ന് നെഹ്റുവിനോട് പറയുന്നുണ്ട്. നെഹ്റു ഗാന്ധിയോട് പറഞ്ഞൊരു കാര്യം അവർ അനുസരിക്കുന്നില്ല എന്നാണ്. പട്ടാളം കമ്മ്യൂണലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു, പോലീസ് കമ്മ്യൂണലായി കഴിഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, 1948 ജനുവരി 30 ഗാന്ധിയെ വധിച്ചതിന് ശേഷം ഫെബ്രുവരി 4 ബോംബെ പോലീസ് സവർക്കറെയും സവർക്കറുടെ അനുചരന്മാരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. സവർക്കറുടെ കുശിനിക്കാരനും സവർക്കറുടെ ബോഡി ഗാർഡും ഇതിന് 2 ദിവസം മുമ്പ്, വധത്തിന് 3 ദിവസം മുമ്പ് ഈ ഗോഡ്സെയും നാരായണ ആപ്തെയും ദിഗംബർ ബഡ്ഗയും ഒക്കെ സവർക്കറെ കാണാൻ വന്ന മൊഴി ബോംബെ പോലീസിന് നൽകുന്നുണ്ട് 1948 ഫെബ്രുവരി 4. പക്ഷേ ഡൽഹി ഷിംല കോടതിയിൽ നടന്ന വിചാരണയുടെ ഒരു സന്ദർഭത്തിലും ആ മൊഴി ഡൽഹിയിലെ കോടതിയിൽ എത്തുകയുണ്ടായില്ല. ആ മൊഴി എത്താതിരുന്നത് കൊണ്ട് മാത്രമാണ് കൊറോബറേറ്റീവ് എവിഡൻസ് ഇല്ല എന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിയുടെ വധക്കേസിൽ നിന്ന് സവർക്കർ കുറ്റവിമുക്തനാകുന്നത്. സവർക്കർ സവർക്കറെ കാണാനായി ഗോഡ്സെയും ആപ്തെയും ദിഗംബർ ബഡ്ഗയും ചെന്നിരുന്നു എന്ന് മാപ്പുസാക്ഷിയായി മാറിയ ബഡ്ഗെ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയെ തെളിയിക്കുന്ന, സാധൂകരിക്കുന്ന മറ്റൊരു തെളിവില്ല എന്ന വളരെ ദുർബലമായ ഒരു വാദത്തിന്റെ പുറത്താണ് സവർക്കറെ മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കിയത്. വാസ്തവത്തിൽ തെളിവുണ്ടായിരുന്നു, 2 മൊഴികളുണ്ട്. പിന്നീട് കപൂർ കമ്മീഷൻ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പോലീസ് സംവിധാനത്തിന്റെ മൊഴി കേസ് വിചാരണയിൽ എത്താതിരുന്നത് എന്നതിനെ കുറിച്ച് ജസ്റ്റിസ് ജീവൻലാൽ കപൂർ ആശ്ചര്യം കൂറുന്നുണ്ട്. ആശ്ചര്യപ്പെടാനൊന്നുമില്ല. ഇന്ത്യൻ പോലീസ് വർഗീയമാണ് അന്നും ഇന്നും, അതല്ലാതെ പൊടുന്നനെ ഇപ്പൊ തുടങ്ങിയതാണ് എന്ന് കരുതിക്കൂടാ. അതുകൊണ്ട് ഈ തെളിവുകൾ വന്നില്ല. അത് 1965 ആ തെളിവുകൾ ആദ്യമായിട്ട് പുറത്തു വരുന്നത്. ആ തെളിവുകൾ ശേഖരിക്കപ്പെട്ട് ഏതാണ്ട് 17 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ആ തെളിവുകൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്തുന്നത്. ജീവൻലാൽ കപൂർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ അത്തരം തെളിവുകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഗാന്ധിയെ സംബന്ധിച്ച് ഈ രാജ്യത്തെ രക്ഷിച്ചെടുക്കാനുള്ള മിക്കവാറും ഒരേയൊരു വഴി തന്റെ രക്തസാക്ഷിത്വമാണ് എന്ന തോന്നലിൽ എത്തിയ ഘട്ടത്തിലാണ് 125 വയസ്സ് എന്നതിൽ നിന്ന് രക്തസാക്ഷിത്വം എന്നതിലേക്ക് അദ്ദേഹം പ്രവേശിച്ചത്. ഇതാണ് സുനിൽ P ഇളയിടം പറഞ്ഞ ഒരു സംഗതി. ഇനി വളരെ വ്യത്യസ്തമായി ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ റീൽസ് എടുത്ത് കളിക്കുമ്പോൾ, വിദ്വേഷം പറഞ്ഞ് അതിലിങ്ങനെ അഭിരമിച്ചു പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ചില സംഗതികളാണ് ഇതൊക്കെ. ഹിന്ദുവും മുസ്ലിമും സഹോദരന്മാരെ പോലെ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു
എന്നാണ് നിരന്തരം പറയുന്നത്. ഖിലാഫത്ത് കാലം മുതൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് 1857 സമരകാലം മുതൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ആ കാലത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകൂ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരന്മാരെ പോലെ ജീവിച്ച ആ കാലം നിങ്ങൾ ഓർക്കൂ എന്ന് നിരന്തരമായിട്ട് നവകലിയിൽ പറയുന്നുണ്ട്, പല സ്ഥലത്തും പറയുന്നുണ്ട്. പക്ഷെ ബീഹാറിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത ഒരു സ്ഥലമാണ് 46. ഒരുപക്ഷെ വംശഹത്യ എന്ന് പറയുന്ന, ജനോസൈഡ് എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പാക്കുന്ന ബീഹാറിലാണ്. 10,000-കണക്കിന് അധികം മനുഷ്യരെയാണ് അന്ന് കൊന്നത്. പിൽക്കാലത്ത് നടന്ന ഗുജറാത്ത് കലാപത്തിന്റെ മരിച്ചവരുടെ എണ്ണത്തിന്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് വലിപ്പമുള്ള ജനോസൈഡാണ്, വംശഹത്യയാണ് ബീഹാറിലെന്ന് നടന്നത്. അപ്പൊ ഗാന്ധി അതിലെ സഞ്ചരിക്കുമ്പോൾ ഗാന്ധിക്ക് ഒരു വലിയ തരത്തിൽ വെളിപാട് ഉണ്ടാവുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ബാങ്കിപ്പൂർ മൈതാനത്തിൽ, ബീഹാറിലെ ഒരു വലിയ മൈതാനാണ് ബാങ്കിപ്പൂർ. നമ്മുടെ തൃശ്ശൂരത്തെ ഈ തെക്കിൻകാട് മൈതാനത്തിന്റെ ഒക്കെ ഒരു 10 ഇരട്ടി വലുപ്പമുള്ള ഒരു മൈതാനാണ് ബാങ്കിപ്പൂർ മൈതാനം, പാറ്റ്നയിലെ ആ മൈതാനം. ആ മൈതാനത്തില് ഗാന്ധി പ്രസംഗിക്കുമ്പോ ഇതുവരെ പ്രസംഗിച്ച പോലെയല്ല പ്രസംഗിക്കുന്നത്. ഗാന്ധി പറയുന്നു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരന്മാരെ പോലല്ല. ഇത്ര നാള് പറഞ്ഞിരുന്നത് സഹോദരന്മാരെ പോലെ ആണെന്നാണ്. അവിടെ വെച്ചിട്ട് മാറുന്നു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരന്മാരെ പോലല്ല. അവിടെ അടുത്ത വാചകത്തിന് നമ്മൾ കാതോർക്കും. കാരണം ഇത്ര നാള് പറഞ്ഞിരുന്ന സാഹോദര്യം, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കിടയ്ക്കുള്ള സാഹോദര്യം, ഗാന്ധി അത് നിഷേധിക്കുകയാണോ എന്ന് തോന്നും. പിന്നത്തെ വാചകമാണ് വലിയ വാചകം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരന്മാരെ പോലല്ല, മറിച്ച് സഹോദരർ തന്നെയാണ്. ഇതാണ് മറ്റൊരു ഗാന്ധി. ഇനിയും ഒന്നുകൂടി കേൾക്കാം. ഇന്ത്യൻ ദേശീയതയിൽ വർഗീയതയുണ്ട്, മതാത്മകതയുണ്ട്, ഒരു സംശയവും വേണ്ട. അനുശീലൻ സമിതി അതിനകത്ത് നിശ്ചയമായും അതൊരു ബ്രാഹ്മണ പ്രസ്ഥാനമായിരുന്നു, മുസ്ലിം വിരുദ്ധമായിരുന്നു, ഒരു സംശയമില്ല. ഞാനതെല്ലാം പറഞ്ഞല്ലോ. പക്ഷെ എന്നതിനർത്ഥം ഹെഡ്ഗേവാർ തന്നെയാണ് ഗാന്ധി എന്നല്ല. ആ ഇക്വേഷനൊന്നും പറ്റില്ല കേട്ടോ. ഹെഡ്ഗേവാറും ഗോൾവാസ്കറുമാണ് ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു നിലയ്ക്കും നോക്കൂ. സ്വതന്ത്ര ഇന്ത്യക്കെതിരെ മതപരമായ ഐക്യത്തിന് വേണ്ടി മുസ്ലിങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട ആദ്യം 5 ദിവസം നിരാഹാരം കിടന്ന ആളുടെ പേരാ ഗാന്ധി. ഒരാളും കിടന്നിട്ടില്ല, ഒരു രാഷ്ട്രപിതാവും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പുച്ഛിക്കാൻ വളരെ എളുപ്പമുണ്ടാവും. ഇന്ന് ഗാന്ധിയെ തെറി പറഞ്ഞാലാണ് കയ്യടി കിട്ടുക. പക്ഷേ ആ കിടപ്പുണ്ടല്ലോ, ഗോപിയുടെ ഒരു വാക്യം കണ്ടുകൊടുത്ത് ഞാൻ പറയാം. ഒരു ഹിംസമൃഗത്തിന്റെ വായിൽ നിന്നൊരു പിഞ്ചു കുഞ്ഞിനെ രക്ഷിച്ചെടുക്കുന്ന പോലെ സ്വതന്ത്ര ഇന്ത്യയെ മതഭ്രാന്തിൽ നിന്ന് രക്ഷിച്ചത് ആ 5 ദിവസത്തെ നിരാഹാരമാണ്. ഇല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാവില്ലായിരുന്നു. എനിക്കതിൽ യാതൊരു സംശയമില്ല. കൃത്യമാണ്. ആ കയ്യടികളിലാണ് പ്രതീക്ഷ. PC ജോർജിനെ പോലുള്ളവൻ്റെ വിടുവായിലും വെറിവർത്തമാനത്തിലും വൃത്തികേടിലുമല്ല. അതെ, ഈ രാജ്യത്തിപ്പോഴും ഗാന്ധിയൻ ദർശനങ്ങൾക്ക് പ്രസക്തിയുണ്ട്. അല്ലെങ്കിൽ അതുതന്നെയാണ് ഉത്തരം.